ലാംഗ്വേജ് പ്രശ്നം ഇനിയില്ല. അതായത് സ്ക്രീനിൽ കാണുന്നത് എന്തും അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചാലും അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഭാഷയിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാലും അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ ഭാഷയിലേക്ക് നിങ്ങൾക്ക് മാറ്റാനുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരിചയപ്പെടാം. നമുക്കതിനായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ EZ ട്രാൻസ്ലേറ്റ് സ്ക്രീൻ എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് സെർച്ച് കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ. ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റ ടെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. നമുക്ക് സ്ക്രീനിൻ്റെ എവിടെ നിന്നും ഏത് ലാംഗ്വേജും നമ്മുടെ ലാംഗ്വേജിലേക്ക് വളരെ എളുപ്പം ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ചിലപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ചോദിക്കും. അത് നമുക്ക് ആവശ്യമില്ല. നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ഭാഗത്ത് ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് AI ട്രാൻസ്ലേറ്റ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഏത് ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആദ്യത്തേത് ഇംഗ്ലീഷ് തന്നെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. രണ്ടാമത്തത് ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. ഞാനിവിടെ മലയാളം എന്ന് സെർച്ച് ബാറിൽ തന്നെ ടൈപ്പ് ചെയ്യാണ്. മലയാളം വന്നിട്ടുണ്ട്. മലയാളം സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, മുകളിൽ കാണുന്ന ഈ ഒരു റെഡ് കളർ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഇതാ ഇവിടെ ഓഫിലാണ്, അത് ഓൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ബാക്ക് വന്നിട്ട് വീണ്ടും ആ ഭാഗത്ത് തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അക്സെപ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് നൗ എന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് സ്ക്രീനിൽ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ വെച്ചിട്ട് സ്ക്രീനിൽ കാണുന്നത് എന്തും നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വോയിസ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവിടെ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറയിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും പ്രൊഡക്റ്റോ മറ്റോ ആ ലാംഗ്വേജിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം. ബേക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഇതാ ഇപ്പോൾ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സൈറ്റ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ കാണിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുന്നതെല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ മലയാളത്തിലേക്കായി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വായിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് മറ്റൊരു സൈറ്റും കൂടി ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു സൈറ്റ് ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് എന്തും ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് മാറ്റി വായിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഐക്കൺ വേണ്ട ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗ്രീൻ കളർ കാണുന്നുണ്ടല്ലോ, ആ ഗ്രീൻ കളറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഓക്കെ, ഇനി നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീണ്ടും പെർമിഷൻ അലോ ചെയ്ത് കൊടുത്താൽ മതി. ആ ഐക്കൺ വീണ്ടും സ്ക്രീനിൽ വരും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.